പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്ന് ദൈവവചന ഭാഗം നമ്മളോട് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൽ വലിയവനായി തീരുന്നവൻ ആരാണെന്ന് എന്നതിനെ കുറിച്ചാണ്. ഒരു ശിശുവിനെ പോലെ ഏറ്റവും ചെറുതാകുന്നവനാണ് ദൈവരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്ന ഈശോ. അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ചിന്ത നൽകുന്നുണ്ട്. മറ്റൊരു വ്യക്തിക്കും നമ്മൾ ദുഷ്പ്രേരണ നൽകരുത് എന്നാണ്. നമ്മുടെ കൈകൾ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നത് അവ വെട്ടിക്കളയുവാനാണ് പറയുന്നത്. കാലുകൾ ദുഷ്പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ അവ വെട്ടിക്കളയുവാനാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു നാളും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്നവരായി തീരരുത് എന്നുള്ള വചനം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, ദൈവരാജ്യത്തിൽ വലിയവനായി തീരാൻ ശിശുവിനെ പോലെ എളിയവനാകണം. എളിയവനാകുന്ന ഒരു വ്യക്തി ഒരു നാളും മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്ന ഒരു വ്യക്തി ആകരുത്. അവൻ എപ്പോഴും സത്പ്രേരണകൾ നൽകുന്ന, ദൈവിക പ്രേരണകൾ നൽകുന്ന ഒരു വ്യക്തിയായി തീരണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം നമുക്ക് നൽകുന്നത്. കർത്താവേ, എളിമയോടെ ദൈവരാജ്യത്തിൽ വലിയവരായി തീരുവാനും മറ്റുള്ളവർക്ക് സത്പ്രേരണകൾ മാത്രം നൽകുന്ന, ദുഷ്പ്രേരണകൾ നൽകാത്തവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നിൻ വഴിയേ നടക്ക